ഡെറ്റ് റൂട്ടിലെ ഫിനാൻസിങ്ങിന് ചില പ്രത്യേകതകളുണ്ട്. പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾ കമ്പനിയുടെ ഓപ്പറേഷൻ എങ്ങാനും തട്ടം കിട്ടിയാൽ, അല്ലെങ്കിൽ എക്കണോമിക് ഡൗൺ ടൈമിന്റെ കാര്യം വരുമ്പോഴോ ഇങ്ങനെയുള്ള റിസ്കുകൾ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു കോൺട്രാക്ട് പ്രകാരം നിങ്ങൾ ആ കടമെടുത്തിരിക്കുന്ന പലിശ കൊടുത്തോണ്ടേയിരിക്കണം. അതായത് കൂടുതലായിട്ട് നിങ്ങൾ കടത്തിൽ ഡിപ്പെൻഡ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു റിസ്ക് ആണ്. കാരണം നിങ്ങളുടെ പ്രോഫിറ്റ് വൈപ്പ് ഔട്ട് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടത്തിൽ പോകാം, നിങ്ങൾ കമ്പനി പൂട്ടിപ്പോകാനുള്ള അവസ്ഥ വരാം. കാരണം ആ ലെവറേജ് തീരുന്ന ഫൈനാൻഷ്യൽ ബാധ്യതയാണ്. ഇപ്പൊ നമ്മൾ കടത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ബാങ്കിന്റെ ലോൺ വഴി കമ്പനിക്ക് കടമെടുക്കാം, പിന്നെ കടപ്പത്ര ഇഷ്യൂ വഴി ബോണ്ട് ഹോൾഡേഴ്സിൽ നിന്ന് കടം വാങ്ങിക്കാം, പിന്നെ ഈ പറഞ്ഞ NBFCs പലതരത്തിലുള്ള ഫൈനാൻസിങ് കമ്പനീസിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാം. അപ്പൊ ഇതിൽ ഈ ഇൻട്രസ്റ്റ് എന്നൊരു കമ്പോണന്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഇൻട്രസ്റ്റ് കോസ്റ്റ് ഡിഡക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞുള്ള പ്രോഫിറ്റിലാണ് നമ്മൾ എപ്പോഴും ടാക്സ് ഈടാക്കപ്പെടുന്നത്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്തുവാണ്? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു 100 രൂപയുടെ ലോൺ എടുത്തു, അതിൽ 10% ആ പറഞ്ഞ ലോണിന്റെ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 10 രൂപ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞുള്ള പ്രോഫിറ്റിലാണ് നിങ്ങൾ ഈ പറഞ്ഞ ടാക്സ് അടയ്ക്കുന്നത്. ടാക്സ് ഒരു 25% കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിൽ ആ കമ്പനി ശരിക്കും ഒരു 2.5 രൂപ, അതായത് 25%, 10 രൂപ അവിടെ ടാക്സ് സേവിംഗ് ഉണ്ട് കമ്പനിക്ക്.